ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 കർമ്മസന്യാസയോഗം ശ്ലോകം 1. അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യത് ശ്രേയയേതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അർജുനൻ ചോദിച്ചു, അല്ലയോ കൃഷ്ണ, കർമ്മങ്ങളുടെ സന്യാസത്തെയും കർമ്മയോഗാനുഷ്ഠാനത്തെയും അങ്ങ് ഉപദേശിക്കുന്നു, പ്രശംസിക്കുന്നു. ഇവ രണ്ടിലും വെച്ച് ഏതൊന്നാണ് ശ്രേയസ്കരമെന്നത് നിശ്ചയിച്ചുറപ്പിച്ചു പറഞ്ഞു തന്നാലും. ഇപ്പോൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ ഭഗവാൻ നിർദ്ദേശിച്ച കർമ്മമാർഗം സ്വതവേ കർമ്മനിരതനായ അർജുനന് സ്വീകാര്യമായി തോന്നിയിട്ടുണ്ട്. എന്നാൽ മനസ്സൊട്ട് സ്വസ്ഥത കൈവരിക്കാൻ ആയിട്ടുമില്ല. ഈ സന്ദർഭത്തിലാണ് ഈ അധ്യായം അവതരിപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഉപദേശ ഭാഗങ്ങളിലൊക്കെ കൂടി പറയപ്പെട്ടത് രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, സ്വധർമാനുസൃതമായ കർമ്മങ്ങളെ ഫലകാമനയില്ലാതെ ഈശ്വരാർപ്പണ ഭാവത്തിൽ അനുഷ്ഠിക്കുന്ന കർമ്മയോഗത്തെയും ആ കർമ്മയോഗത്തിൻ്റെ മഹത്വത്തെയും പറഞ്ഞു. മറ്റൊരു വിഷയം പറഞ്ഞത് സകല കർമ്മങ്ങൾക്കും ഉപരിയുള്ള ആത്മജ്ഞാനനിഷ്ഠയിലൂടെ ഉള്ള കർമ്മസന്യാസത്തെയും ഒരുപോലെ പ്രശംസിച്ചു ഭഗവാൻ. അപ്പം നിത്യവും ചെയ്യപ്പെടേണ്ടുന്ന പഞ്ചമഹായജ്ഞങ്ങളാവട്ടെ, നൈമിത്തിക കർമ്മങ്ങളാവട്ടെ, ഇഷ്ടാപൂർത്ത കർമ്മങ്ങളാകട്ടെ, പ്രായശ്ചിത്ത കർമ്മങ്ങളാവട്ടെ, ഇവയെല്ലാം ശാസ്ത്രീയങ്ങളാണ്, വിഹിതങ്ങളാണ്. അവ ചെയ്യാൻ അധികാരിയായവർ അവ ചെയ്യുക തന്നെ വേണം. അത് ശാസ്ത്രോക്തങ്ങളാണ്. ശാസ്ത്രത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. ശാസ്ത്രവിഹിതങ്ങളായവ ചെയ്യാനുള്ളതാണ്. അത് ചെയ്യാതിരുന്നാൽ ദോഷമാണ്. ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച്, കർമ്മം ചെയ്യാൻ അധികാരിയായ ഒരാളെ സംബന്ധിച്ച് ഈ വക കർമ്മങ്ങളൊക്കെ ശാസ്ത്രം ഉപദേശിക്കപ്പെട്ടതുപോലെ ശാസ്ത്രീയമായിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. അതേ സമയത്ത് തന്നെ ഒരു സന്യാസിയെ സംബന്ധിച്ച് ഈ കർമ്മങ്ങളൊന്നും കർത്തവ്യങ്ങളല്ല. അതും ആര് പറഞ്ഞതാണ്? ശാസ്ത്രം പറഞ്ഞതാണ്. ഉദാഹരണം പറഞ്ഞാൽ, വിരജാഹോമം ചെയ്ത് ആത്മപിണ്ഡം വെച്ച ഒരു സന്യാസിയെ സംബന്ധിച്ച് അയാൾ പിതൃകർമ്മം ചെയ്താൽ അത് ശാസ്ത്രദൃഷ്ട്യാ അത് തെറ്റാണ്, ചെയ്യില്ല. എന്നാൽ ആത്മപിണ്ഡം വയ്ക്കാത്ത ഒരാൾ ശാസ്ത്രം വിധിക്കപ്പെട്ട കർമ്മങ്ങളെ ചെയ്യാതിരുന്നാലും അത് തെറ്റാണ്. രണ്ടും ശാസ്ത്രമാണ് ഉപദേശിക്കുന്നത്. അപ്പോൾ അത്തരം ശാസ്ത്രീയമായ കർമ്മങ്ങളുടെ ശാസ്ത്രത്തിനനുസരിച്ചിട്ടുള്ള പരിത്യാഗത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ആത്മജ്ഞനായവന് യാതൊരു കർമ്മവും തന്നെ ഇല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കർമ്മയോഗത്തെയും ഭഗവാൻ ആവർത്തിച്ച് ഉപദേശിച്ചിട്ടുണ്ട്. കർമ്മയോഗം എന്ന് പറയുമ്പോൾ സ്വന്തം ധർമ്മത്തിനനുസൃതമായിട്ടുള്ള കർമ്മങ്ങളെ ഫലകാമനയില്ലാതെയും ഈ കർമ്മം കൊണ്ട് ഞാൻ ഈശ്വരപൂജയാണ് ചെയ്യുന്നതെന്ന ഭാവത്തോടുകൂടിയും അനുഷ്ഠിക്കുന്നതിനെയാണ് കർമ്മയോഗം എന്ന് പറയുക. അപ്പം കർമ്മയോഗത്തിൻ്റെ മഹത്വത്തെയും സന്യാസത്തിൻ്റെ മഹത്വത്തെയും
പല പല സ്ഥാനങ്ങളിൽ പറയപ്പെട്ടതാണ്. എന്നാൽ കർമാനുഷ്ഠാനവും കർമ്മസന്യാസവും ഒരാളെ സംബന്ധിച്ച് അനുഷ്ഠേയങ്ങളല്ല, ഒരാളെ സംബന്ധിച്ച് ഒരേ സമയത്ത് അനുഷ്ഠേയങ്ങളല്ല. സാധാരണ നാട്ടിലൊക്കെ പറയാറുണ്ട്, അയാൾ സന്യാസിയായിരിക്കുമ്പോൾ തന്നെ കർമ്മയോഗിയുമാണെന്ന്. അത് ശരിയല്ല. രണ്ടിലൊന്നേ ഒരേ സമയത്ത് അനുഷ്ഠിക്കാൻ പറ്റും. ഒരാൾ ഗൃഹസ്ഥാശ്രമിയും സന്യാസിയുമാണെന്ന് പറയാൻ സാധ്യമല്ല. അത് സാധ്യമല്ല, അത് തെറ്റാണ്, അത് വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. എന്നാൽ ചില കർമ്മങ്ങളെ തനിക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും ലോകത്ത് പ്രവർത്തിക്കുന്ന സന്യാസിമാർ അതെല്ലാറ്റില്ല, ആപദ്ധർമ്മം എന്നോണം. അത് താൻ മാതൃകയായിട്ടില്ലെങ്കിൽ ലോകത്തിനെ നേർവഴിക്ക് നടത്താൻ കഴിയില്ലല്ലോ എന്നുള്ളത് കൊണ്ട് മാതൃകാ പ്രദർശനത്തിനായിക്കൊണ്ട് ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോവുക എന്നുള്ളതും വൈദിക കർമ്മങ്ങളിൽ കർപ്പൂര ആരതി ഒഴിയുന്ന സമയത്ത് അതിൽ പങ്കുചേരുക എന്നുള്ളതും പ്രസാദം തൊടുക എന്നുള്ളതൊക്കെ ചിലർ ചെയ്യുന്നത് കാണും. അതൊക്കെ കാരണം സന്യാസിയെ സംബന്ധിച്ച് സന്യാസം എന്തെന്ന് പലർക്കും അറിയാത്തത് കൊണ്ട്, പൂജ ചെയ്യുന്ന അർച്ചകന് പോലും അറിയാത്തത് കൊണ്ട് അദ്ദേഹം ആ കർപ്പൂരാരതി സന്യാസിക്കും കൊടുക്കുമ്പോൾ അദ്ദേഹം ഭവ്യതയോടുകൂടി അത് സ്വീകരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ സന്യാസിക്ക് അതൊന്നും ഇല്ല, കർത്തവ്യങ്ങളല്ല. ഇപ്പോൾ ലോകത്ത് പ്രവർത്തിക്കുന്നവർ സന്യാസിമാരാണെങ്കിലും ലോകത്തിനെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി അവർ അങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ട് മറ്റുള്ളവരെ പോലെ, അവിടെ പോലെ എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിൽ ഉള്ളുകൊണ്ട് അവരതൊന്നും സ്വീകരിക്കുന്നില്ല, അത് ചെയ്യുന്നുമില്ല. അത് ഒഴിഞ്ഞു കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഈ കർമ്മങ്ങളൊക്കെ. അവിടെ വൈദികങ്ങളെന്നോ ലൗകികങ്ങളെന്നോ ഭേദമില്ല. എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് സന്യാസം സ്വീകരിക്കുന്നത്. അതാണ് സന്യാസം എന്ന് പറയുമ്പോൾ തന്നെ സമ്യക് ന്യാസമാണ്, നല്ലതുപോലെ ഉപേക്ഷിക്കലാണ്. സന്യാസം തീർത്തും ആന്തരികമാണ്. ബാഹ്യമായിട്ട് എന്ത് ചെയ്താലും അയാൾ ആന്തരികമായിട്ട് ഒന്നും സ്വീകരിക്കുന്നില്ല, ഒരു കർത്തവ്യങ്ങളും അയാളിലില്ല. ഇത് മനസ്സിലാക്കണം നമ്മൾ. അപ്പം സന്യാസത്തിൻ്റെ ശ്രേഷ്ഠതയെയും എന്നാൽ കർമ്മ യോഗത്തിൻ്റെ മേന്മയെയും ഒക്കെ ഭഗവാൻ വിസ്തരിച്ച് പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവ രണ്ടിൽ ഒന്നേ ഒരാൾക്ക് ഒരേ സമയത്ത് അനുഷ്ഠേയമാകുന്നുള്ളൂ. എപ്പോഴും ഏറ്റവും ശ്രേഷ്ഠമായത് വേണമല്ലോ അനുഷ്ഠിക്കാൻ. അപ്പം അതുകൊണ്ട് തന്നെ അർജുനനെ സംബന്ധിച്ച്, അഥവാ അർജുനൻ ക്ഷത്രിയന്മാരുടെ പ്രതിനിധിയാണ്. 95% വരുന്ന ലോക ജനങ്ങളുടെ പ്രതിനിധിയായ അർജുനന് അനുയോജ്യമായതാണ് ഇവിടെ അർജുനൻ പ്രതിനിധിയായിക്കൊണ്ട് ചോദിക്കുന്നത് ഭഗവാനോട്. പറയാണ്, ശ്രേഷ്ഠം എന്തെന്ന് അറിയാൻ വേണ്ടി അർജുനൻ ചോദിക്കുന്ന ചോദ്യമാണ് ഈ പറയപ്പെട്ട 1-ാമത്തെ ശ്ലോകം. യാതൊന്നിൻ്റെ അനുഷ്ഠാനത്താൽ എനിക്ക് ശ്രേയസത്തെ പ്രാപിക്കാൻ സാധിക്കുമോ? അതെനിക്ക് ഉപദേശിച്ചു തരേണമേ ഭഗവാനെ. രണ്ടും കൂടി പറഞ്ഞിട്ട് അർജുനൻ ആകെക്കൂടി എന്തോ ഒരു അസ്വസ്ഥത തോന്നുകയാണ്. രണ്ടും ശ്രേയസ്കരം എന്ന് പറയുമ്പോൾ അതിൽ ഏതാണ് ശ്രേയസ്കരം എന്നുള്ളതൊന്ന് വേർതിരിച്ച് ഉറപ്പിച്ച് പറഞ്ഞു തരും. അപ്പം അർജുനനെ സംബന്ധിച്ച്, അഥവാ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ സംബന്ധിച്ച് കർമ്മമാണോ സന്യാസമാണോ അധികാരപ്പെട്ടത്, ഇതെനിക്ക് നിശ്ചയിച്ചുറപ്പിക്കാനാവുന്നില്ല ഭഗവാനെ. അതിനാൽ ആയത് എനിക്ക് ഉപദേശിച്ചു തരേണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ചോദ്യം.